ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നാടും നഗരവും. രാത്രി വൈകിയും ഉത്തിരാടപ്പാച്ചിലാണ് ഇപ്പോൾ മലയാളികൾ. നഗരങ്ങളും നാട്ടിൻപുറവും എല്ലാം നല്ല തിരക്കാണ്, തിരക്കോട് തിരക്ക്. തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ മേഘന മുരളി ചേരുകയാണ്. അവിടെ വിനോദസഞ്ചാര വാരാഘോഷം, ടൂറിസം വാരാഘോഷം ഇന്നലെ തുടങ്ങി. ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഉത്തിരാട ദിനത്തിൽ കനകക്കുന്നിലൊക്കെ ആളുകളെ കൊണ്ട് തിക്കി നടക്കുകയാണ്. നമുക്കവിടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ തിരക്കാണ് എന്നാണ് അറിയുന്നത്. മേഘന, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? SKN കനകക്കുന്നാണ് തിരുവനന്തപുരം ജില്ലയുടെ ആ ഓണാഘോഷങ്ങളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഇവിടുന്ന് ലൈവ് ചെയ്യുമ്പോൾ ഒരു സംശയമുണ്ടായിരുന്നു, ഇവിടെ ജനത്തിരക്ക് കുറവാണല്ലോ, ആൾക്കാർ കുറവാണല്ലോ എന്നുള്ളൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അത്രയേറെ ജനങ്ങൾ, അതായത് ഈ തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഓണാഘോഷങ്ങൾക്കായി കനകക്കുന്നിലേക്ക് എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് കാലിൽ കുത്താനിടമില്ലാത്ത രീതിയിൽ അത്രയേറെ ജനങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഉത്രാടപ്പാച്ചിലും ആ അവസാനഘട്ട ഒരുക്കങ്ങളുടെ തിരക്കെല്ലാം കഴിഞ്ഞ് ഈ കനകക്കുന്നിലെ വിവിധ വേദികളിൽ ഒരുക്കിയിരിക്കുന്ന പരിപാടികളിലേക്കാണ് ജനങ്ങൾ എത്തുന്നത്. അത് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളുണ്ട്. അവർ ഇവിടെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ എത്തിയിരിക്കുന്നു. നമുക്ക് ഈ കനകക്കുന്ന് അതൊരു കൊട്ടാര വളപ്പാണ്. അവിടെ ഏക്കർ കണക്കിനുള്ള സ്ഥലത്ത് മുഴുവനായും ആളുകളുണ്ട്. കൂടാതെ വർണ്ണാഭമായി നഗരത്തിന്റെ തന്നെ നിറം മാറിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പലതരത്തിലുള്ള വർണ്ണങ്ങൾ, അതുപോലെ തന്നെ ഈ ജില്ല മുഴുവനായിട്ടും, ജില്ലയുടെ നഗരഭാഗങ്ങളിൽ മുഴുവനായിട്ടും ഇത്തരം വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഓണത്തപ്പൻ അടക്കമുള്ള ആ വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ വിവിധ കലാകാരന്മാരാണ് ഇവിടെ ഓണാഘോഷ പരിപാടികൾക്കായി തയ്യാറെടുക്കുകയും അതുപോലെ അണിനിരക്കുകയും ചെയ്തിട്ടുള്ളത്. 33 വേദികളിലായി 10,000-ലധികം കലാകാരന്മാർ കനകക്കുന്നിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ വേദികളിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാ ഓണം എവിടെ വരെ എത്തി? ഓണം എത്തിയില്ലേ? അല്ല, എത്തി, നമ്മളിപ്പോ എത്തിയതേ ഉള്ളൂ. ഇന്ന് കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ എത്തിയില്ലായിരുന്നു. നാളെ ഓണസദ്യ കഴിക്കാനൊക്കെ തയ്യാറാണോ? അല്ല, വീട്ടിൽ എന്തായാലും വെക്കുന്നുണ്ട്. ഓണം പൊളി മൂടാണ്. അതെ, ഒബ്വിയസ്ലി ആണല്ലോ, വേണ്ട ഓണാണല്ലോ, അതുകൊണ്ട് പിന്നെ SKN അങ്ങനെ തന്നെയാണ്. തിരുവനന്തപുരത്തെ ഓണമാണ് അത്. ഇപ്പോൾ ഞാനൊക്കെ മലബാറുകാരാണ്, അല്ലെങ്കിൽ ഈ മലബാറിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഈ തിരുവനന്തപുരത്തെ കനകക്കുന്നിലെ ഓണാഘോഷം അടക്കം അത് വലിയ തരത്തിലൊന്ന് വലിയ ഒരു ആഘോഷം തന്നെയാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് നാളെ ഓണം എത്തുന്നത് വരെ, കൂടാതെ ഇന്നു മുതൽ 9-ാം തീയതി വരെ ഇവിടെ ഓണം വാരാഘോഷമാണ്. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓണം വാരാഘോഷമാണ്. അങ്ങനെ ഈ പല വേദികളിലായി ഈ വരുന്ന ഒരാഴ്ചക്കാലം പല പരിപാടികൾ നടക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാ ഓണം, എങ്ങനെയാ എവിടെ വരെ എത്തി? ഓണം തുടങ്ങി, കണ്ടില്ല, ഇതൊക്കെ തന്നെ. നാളത്തേക്കുള്ള തയ്യാറെടുപ്പൊക്കെ ആയോ? നാളെ എല്ലാ വീട്ടിലെല്ലാം സെറ്റാണ്. ഉത്രാടപ്പാച്ചിൽ ആൾക്കാർ ഓടിക്കൊണ്ട് നടക്കുന്നത്, പരിപാടികൾ കാണും. ഇവിടെയാണ് ഉത്രാടപ്പാച്ചിലല്ല, ചാല മാർക്കറ്റിലാണ്. എല്ലായിടത്തും ഉണ്ട്. ഇവിടെ എല്ലാ പ്രാവശ്യം ഇവിടെ വരാറുണ്ട്. നമ്മളിവിടെ തന്നെ എല്ലാവരും. ട്രിവാൻഡ്രമാണ് ഇവിടെ മെയിൻ. ഒരു ഓണാശംസ പറഞ്ഞു. പിന്നെന്ത്, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അങ്ങനെ തന്നെ എല്ലാവർക്കും ഒരു ഓണാഘോഷം വൈബാണ്. ഹലോ, എവിടെ വരെ എത്തി? ഓണം എവിടെ വരെ എത്തി? ഓണം നന്നായിട്ട് ഇത് ഇല്ല. ഇവിടെ കനകക്കുന്നിൽ പരിപാടിയൊക്കെ കണ്ടേ പോകുള്ളൂ? കണ്ടിട്ടേ പോളൂ. അങ്ങനെ തന്നെയാണ്. നാളെ ഓണം എത്താൻ തുടങ്ങുന്നു. പക്ഷേ ഈ ഒരു മാസക്കാലം തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് പലതരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ കനകക്കുന്ന് കാണുന്നത് പോലെ തന്നെ ഈ കനകക്കുന്ന് വെറും ഒരു സാമ്പിൾ മാത്രമാണ്. തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ പല പരിപാടികൾ നടക്കുന്നു. കൂടാതെ വർണ്ണാഭമാണ്, വലിയ ഗതാഗത കുരുക്കുണ്ട്. അങ്ങനെ ഓണം ആഘോഷിക്കാൻ ഇനി നാളെ ഒരു ദിവസം ഓണം സദ്യ ഉണ്ണാൻ, അതുപോലെ തന്നെ പൂക്കളം ഒരുക്കാൻ, കൂടാതെ ഇവിടെ നടക്കുന്ന പല പരിപാടികളിലും പങ്കുചേരാനും തിരുവനന്തപുരത്തുകാർ തയ്യാറാണ്. അത് മറ്റു ജില്ലക്കാർ സമ്മതിച്ചു തരില്ലെങ്കിലും ഓണാഘോഷങ്ങളുടെ കേന്ദ്ര ബിന്ദു, അത് ഓണാഘോഷങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഈ കനകക്കുന്നും തിരുവനന്തപുരത്ത് നിന്നുമാണെന്ന് പറയേണ്ടി വരും. ഇവിടെ കാലുകുത്താൻ ഇടമില്ലാത്ത രീതിയിൽ കുറച്ച് പ്രതികരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. എവിടുന്ന് വരുന്നതാ? എവിടുന്ന് വരുന്നതാ? അമ്പലമുക്ക. ഓണമൊക്കെ എവിടെ എത്തി? വളരെ നല്ല പോകുന്നു. എല്ലാ പ്രാവശ്യവും കനകക്കുന്നിൽ വരാറുണ്ട്? ഇവിടെ വരാറുണ്ട്. എനിക്ക് ട്രിവാൻഡ്രം വളരെ ഇഷ്ടമുണ്ട്. ഇവിടെ സ്ഥലം എവിടെയാ? ഞാൻ ഹൈദരാബാദിലായിരുന്നു ആദ്യം, അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ വന്നതാ. ട്രിവാൻഡ്രം ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ എല്ലാം ഉണ്ട്. ഓക്കെ, അങ്ങനെ ഓണം ആഘോഷിക്കാൻ ഇനി ഇന്ന് മുതൽ 9-ാം തീയതി വരെ, 9-ാം തീയതി ഘോഷയാത്രയോടുകൂടിയാണ് ഓണാഘോഷങ്ങൾക്ക് പരിസമാപ്തി ഉണ്ടാവുക. അങ്ങനെ ഓണം ആഘോഷിക്കാൻ തിരുവനന്തപുരം ജില്ല തയ്യാറാണ്. എന്തായാലും ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞു. ഇനി രാത്രി വൈകി വരെ കനകക്കുന്നിലേക്ക് ആളുകളുടെ ഒരു ഒഴുക്കുണ്ടാകും. ആ ഒഴുക്ക്, അതായത് രാത്രി വൈകി വരെ ഇവിടെ പല വേദികളിലായി പല പരിപാടികൾ നടക്കുന്നു. 33 വേദികളുണ്ട് കനകക്കുന്നും പരിസര പ്രദേശങ്ങളിലുമായി. അങ്ങനെ എല്ലാ തരത്തിലും ഓണം ആഘോഷിക്കാൻ തിരുവനന്തപുരം ജില്ലയിലുള്ളവർ തയ്യാറാണ്.
ഓക്കെ, മേഘന മുരളിയാണ് കനകക്കുന്നിൽ വിവരങ്ങളുമായി ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ ഓണക്കാലത്ത് ഈ വിനോദസഞ്ചാര വാരാഘോഷം, ഈ ടൂറിസം വാരാഘോഷം കാണാൻ പതിനായിരങ്ങളാണ് ഈ കനകക്കുന്നിലേക്ക് ഒഴുകിയെത്തുന്നത്. തിരുവനന്തപുരം നഗരം മുഴുവൻ ഒരു ഉത്സവ ലഹരിയിൽ വീഴും ഈ ഓണനാളുകളിൽ. അപ്പോൾ അത് എൻജോയ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അവിടെ വിളക്ക് കാല് കാണാനും അതുപോലെ അവിടുത്തെ ലൈറ്റുകൾ കാണാനും ഒക്കെ ഒരുപാട് ആൾക്കാർ കാണും. ലൈറ്റും ബഹളവും താളവും ഒക്കെ ആയിട്ട് തിരുവനന്തപുരം നഗരം ഇളകി മറിയും ഈ ദിവസങ്ങളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.